ഹായ് ഫ്രണ്ട്സ്, UKG ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മാച്ച് ദ വേർഡ്സ് വിത്ത് സെയിം ഫോണിക് സൗണ്ട്സ്. ഇവിടെ തന്നെ ഫോണിക് സൗണ്ട്സ് ഏതൊക്കെയാണ്? ഇ എ എൽ എൽ, ഇ എൽ എൽ, എൻ ജി. ഇതൊക്കെയാണ് ഫോണിക് സൗണ്ട്സ്. നമുക്ക് നോക്കാം. ലീഫിൽ ഫോണിക് സൗണ്ട് ഏതാണ്? ഇ എ. റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. ബോൾ തന്നിട്ടുണ്ട്, സ്വിങ് തന്നിട്ടുണ്ട്, വെൽ തന്നിട്ടുണ്ട്, സീറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഇ എ വരുന്ന സൗണ്ട് ഏതാണ്? സീറ്റാണ് അല്ലേ? അപ്പോൾ ഈ സീറ്റ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ബെല്ലാണ്. ബെല്ലിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? ഇ എൽ എൽ. ഇ എൽ എൽ വരുന്നത് ഏതാണ്? ബോൾ തന്നിട്ട്, സ്വിങ് തന്നിട്ട്, വെൽ തന്നിട്ട്, വെല്ലേ. അപ്പോൾ ബെല്ല് നമ്മൾ ബെല്ലിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് റിങ്ങിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? എൻ ജി. അപ്പോൾ ഇതിലേതാണ് വരുന്നത്? ബോൾ, സ്വിങ്. ഇവിടെയാണല്ലേ വരുന്നത് സ്വിങ്. അപ്പോൾ റിങ് നമ്മൾ സ്വിങ്ങിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന വാളാണ്. വാളിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? എ എൽ എൽ. ഇതിൽ എ എൽ എൽ വരുന്നത് ഏതാണ്? ബോൾ. അപ്പോൾ ബോളിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പിക്ക് ഔട്ട് ദ എ എൽ എൽ, ഇ എൽ എൽ വേർഡ്സ് ആൻഡ് റൈറ്റ് ദ കോളം. ഇതിൽ കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്. ഷെൽ, ബെൽ, ബോൾ, ഹോൾ, വാൾ, വെല്ല്. അപ്പോൾ നമുക്ക് അത് എടുത്തെഴുതണം. ഓളിൽ വരുന്നതും ഇ എൽ എൽ വരുന്നതും എടുത്തെഴുതണം. ഓളിൽ വരുന്നത് ഏതൊക്കെയാണ്? ബോള്, ഹാള്, വാള്. ഇനി ഇ എൽ എല്ലിൽ വരുന്നത് ഏതാണ്? ഷെൽ, ബെൽ, വെൽ. നെക്സ്റ്റ് ഫോണിക് സൗണ്ട് വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ്. ഈഗിൾ തന്നിട്ട്, വെൽ തന്നിട്ട്, ബോൾ തന്നിട്ടുണ്ട്, റിങ് തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സ്പ്രിങ്, പീസ്, ഷെല്ല്, ഹോള് തന്നിട്ടുണ്ട്. ഇതിൽ ഈഗിളിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? ഇ എ. ഇതിലേതാണ് വരുന്നത്? പീസ്, ഇ എ. അപ്പോൾ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് വെല്ലിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? ഇ എൽ എൽ. ഇവിടെ ഏതിലാണ് ഉള്ളത്? ഷെല്ലിൽ. അപ്പോൾ ഷെല്ലിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ബോളിൻ്റെ ഫോണിക് സൗണ്ട് ഏതാണ്? എ എൽ എൽ. ഇതിൽ എ എൽ എൽ ഏതിലാണുള്ളത്? ഹാൾ. അപ്പോൾ ഹാളിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് റിങ് ആണ്. എൻ ജി വരുന്നത് ഏതാണ്? സ്പ്രിങ്ങിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഫോണിക് സൗണ്ട് ആണ്. ഇതിൽ ഫോണിക് സൗണ്ട് ഏതൊക്കെയാണ് വരുന്നത്? ബി ആർ, എസ് ഡബ്ല്യു, ജി ആർ, പി എൽ. അപ്പോൾ ഈ ഫോണിക് സൗണ്ട്സ് ഉപയോഗിച്ച് റൈറ്റ് സൈഡിലുള്ള വേർഡ്സ് നമ്മൾ മാച്ച് ചെയ്യണം. ബി ആർ, എസ് ഡബ്ല്യു, ജി ആർ, പി എൽ. ഫസ്റ്റ് നോക്കാം ബ്രഷ്. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ ബി ആർ ഉള്ളത് നോക്കട്ടെ നമുക്ക്. പ്ലഗ്, ഗ്രാസ്, സിമ്മ്, ബ്രെഡ്. അപ്പോൾ ബ്രഷായിട്ട് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? ബ്രെഡ്. അപ്പം ബ്രെഡിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് സ്വാൻ. ഇതിൻ്റെ ഫോണിക് സൗണ്ടാണ് എസ് ഡബ്ല്യു ആയിട്ട് മാച്ചായി വരുന്ന ഏതാണ്? പ്ലഗ് തന്നിട്ട്, ഗ്രാസ് തന്നിട്ട്, സിമ്മ് തന്നിട്ട്. സിമ്മാണ് അല്ലേ? അപ്പോൾ സിമ്മായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് ജി ആർ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണ്? പ്ലഗ് ആണോ, ഗ്രാസ് ആണോ? ഗ്രാസ്. അപ്പോൾ ഗ്രാസിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന പ്ലേറ്റ് ആണ്. ഇതിൽ ഫോണിക് സൗണ്ട് ഏതാണ്? പി എൽ ആണ്. ഇവിടെ വരുന്നത് പ്ലഗ് ആണ്, പി എൽ സൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്യാനും കാണ്ടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻ വെച്ചിട്ട് യൂസ് ചെയ്യണം. ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സിങ്, ഐ ക്യാൻ വാക്ക്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കാണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഐ കാണ്ട് ഡ്രൈവ്, ഐ കാണ്ട് ഫ്ലൈ, ഐ കാണ്ട് സ്വിം. ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ക്യാൻ ഓർ കാണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. ഐ
ഡാഷ് ഡാൻസ്. നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? യെസ്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ക്യാൻ ആണോ കാണ്ടാണോ എഴുതേണ്ടത്? ക്യാൻ. ഐ ക്യാൻ ഡാൻസ്. നമ്മൾ ഇതുപോലെ എക്സാമിന് വിട്ടുപോയ സ്ഥലത്ത് നമ്മൾ ക്യാനും കാണ്ടും എഴുതണം. കറക്റ്റ് ഏതാണോ ആൻസർ അത് എടുത്ത് എഴുതണം. ഐ ഡാഷ് ഫ്ലൈ. നമുക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഐ കാണ്ട്. ഇപ്പോൾ കാണ്ട് എന്നുള്ളത് നമ്മൾ വിട്ടുപോയെടുത്ത് എഴുതണം. അതുപോലെ തന്നെ ഐ ഡാഷ് വാക്ക്. നമുക്ക് നടക്കാൻ പറ്റുമോ? യെസ്, നമുക്ക് നടക്കാൻ പറ്റില്ലേ. അപ്പോൾ ക്യാനാണോ കാണ്ടാണോ എഴുതേണ്ടത്? ക്യാൻ. ഐ ക്യാൻ വാക്ക്. അതുപോലെ തന്നെ ഐ ഡാഷ് സ്വിം. നമുക്ക് നീന്താൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഐ കാണ്ട്. ഐ കാണ്ട് സ്വിം. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ക്യാനാണോ കാണ്ടാണോ എന്ന് നോക്കിയിട്ട് അത് എടുത്ത് എഴുതണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഹാസ് ഓർ ഹാവ്. ഹാസ് നമ്മൾ ഏതിൻ്റെയൊക്കെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? ഹി, ഷീ, ഇറ്റ്, നെയിംസ്. ഏതെങ്കിലും ഒരു പേര് തരണമെങ്കിൽ അതിൻ്റെ ഒപ്പം അല്ലേ. തന്നെ ഹാവ് ഏതിൻ്റെയൊക്കെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? ഐ, യു, വി, ദേ. കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഒരു കുട്ടിയുടെ ഒരു ഗിറ്റാർ ഉണ്ട്. അപ്പോൾ ഹി ഡാഷ് എ ഗിറ്റാർ. ഇവിടെ ഹീ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ഹാസ് എന്ന് എഴുതണം. ഇങ്ങനെ വിട്ടുപോയെടുത്ത് നമ്മൾ ഹാസ്ന്ന് എടുത്ത് എഴുതണം. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി സൈക്കിൾ ചവിട്ടാണല്ലേ. ആ പെൺകുട്ടിയുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, നവ്യ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പേരിൻ്റെ കൂടെയാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നവ്യ ഹാസ് എ ബൈസിക്കിൾ. ഹാസ് നമ്മളിവിടെ എടുത്തെഴുതണം. അതുപോലെ തന്നെ ഒരു കുട്ടി ക്യാമറ നോക്കുന്നുണ്ട് അല്ലേ. ആ കുട്ടിയുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ടിം. ടിം എ ഡാഷ് ക്യാമറ. അപ്പോൾ ടിം ഹാസ്. പേരിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാസ്. നെക്സ്റ്റ് നോക്കാം. ദേ ഡാഷ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇവർക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു വീടുണ്ട് അല്ലേ. അപ്പോൾ ദയുടെ കൂടെ നമ്മൾ എന്താണ് ചേർത്ത് എഴുതേണ്ടത്? ഹാവ്. ദേ ഹാവ് ബ്യൂട്ടിഫുൾ ഹൗസ്. നമ്മളപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. ഇതിൽ നിന്ന് 3-4 എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. നെക്സ്റ്റ് വി ഡാഷ് എ കാർ. ഞങ്ങൾക്ക് ഒരു കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടെ കൂടെ എന്താണ് എഴുതേണ്ടത്? ഹാവ്. വി ഹാവ് എന്ന് എഴുതണം കേട്ടോ. ഫ്രണ്ട്സ്, ഈ വീഡിയോ എക്സാമിന് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.